ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബണ്ടി ഓർ കമ്പ്യൂട്ടറുടെ വേർഡ് മീനിങ്സ് പിന്നെ ടെക്സ്ച്വൽ എക്സസൈസസ് നോക്കാം. വസൻ വെയ്റ്റ് ഭാരം, സ്വാസ്ഥ്യ ഹെൽത്ത് ആരോഗ്യം, മഹീനോ മന്ത്സ് മാസങ്ങൾ, ശരീർ ബോഡി ശരീരം, പൈദൽ ബൈ വാക്ക് നടന്ന്, സീഢിയ സ്റ്റെപ്സ് പടികൾ, ഹാഫ്നെ ബ്രെത്ത്ലെസ് ശ്വാസം മുട്ടുക, ചിढ़ाने മേക്ക് ഫൺ കളിയാക്കുക, ഖരീദ ബോട്ട് വാങ്ങി, ഖേലന പ്ലേ കളിക്കുക, ആന ജാന ഗോയിങ് ഔട്ട് വരവ് പോക്ക്, ഢങ് വേ രീതി, ബദൽ ചേഞ്ച്ഡ് മാറി, വിഷയ സബ്ജക്റ്റ് വിഷയം, നിശ്ചിന്ത് കെയർ ഫ്രീ ചിന്തയില്ലാത്തത്, ലിഖ്നെ കാ അഭ്യാസ് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസസ് റൈറ്റിംഗ് എഴുത്ത് പരിശീലനം, പുരാനെ സമാനെ ഓൾഡ് ടൈംസ് പഴയകാലം, കാപ്പി കിതാബ് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് പുസ്തകം, കലം ദവാത്ത് പെൻ ആൻഡ് ഇങ്ക് പേനയും മഷിയും, യുഗ് എറ കാലം, ജ്ഞാൻ നോളജ് അറിവ്, പരീക്ഷായേ എക്സാംസ് പരീക്ഷ, വിജ്ഞാൻ സയൻസ് ശാസ്ത്രം, ഹിസാബ് കാൽക്കുലേഷൻ കണക്ക്, തയ്യാരി പ്രിപ്പറേഷൻ തയ്യാറെടുപ്പ്, ഖോലി ഓപ്പൺഡ് തുറന്നു, പ്രശ്നോത്തർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചോദ്യോത്തരങ്ങൾ, ദോഹ്റ റിപ്പീറ്റ് ആവർത്തിക്കുക, ബിജ്ലി ഇലക്ട്രിസിറ്റി വൈദ്യുതി, ഗായബ് വാനിഷ് കാണാതാവുക, കാരൺ ബിക്കോസ് കാരണം, സുബഹ മോർണിംഗ് രാവിലെ, സംഭാവന ചാൻസസ് സാധ്യത, രാത് നൈറ്റ് സവേരെ മോർണിംഗ്, നീന്ത് സ്ലീപ്പ് ഉറക്കം, ഉദാസ് സാഡ് വിഷമം, പഹുഞ്ച റീച്ച്ഡ് എത്തി, വാപ്പസ് റിട്ടേൺ തിരികെ, ഖറാബ് ബാഡ് മോശം, സംജായ മേക്ക് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, യാദ് റിമെമ്പർ ഓർക്കുക, തരീക്കെ വേ രീതി, പഠായി ലിഖായി റീഡ് ആൻഡ് റൈറ്റ് പഠനവും എഴുത്തും, ആവശ്യകത നീഡ് ആവശ്യം, പ്രയോഗ് യൂസ് ഉപയോഗം, ബസ്ത ബാഗ് സഞ്ചി, ഖോൽക്കർ ഓപ്പൺഡ് തുറന്ന്, അഗ്ലെ നെക്സ്റ്റ് അടുത്തത്, മസ്തിഷ്ക് ബ്രെയിൻ തലച്ചോറ്, നിക്കാൽനെ ലഗാ ടുക്ക് ഔട്ട് പുറത്തെടുത്തു, पाँव तले ज़मीन खिसकना, घबराहट से कुछ समझ में नहीं आना, നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഓഫ് ടെൻഷൻ, ടെൻഷൻ കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം. ഇനി മൗഖിക്കും ക്വസ്റ്റ്യൻ ആൻസറും അല്ലാത്തതും നോക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ മൗഖിക്, बंटी की माँ की प्रसन्नता का क्या कारण था? फर्स्ट क्वेश्चन, माँ की प्रसन्नता का कारण बंटी का स्वास्थ्य अच्छा होना था. അമ്മയുടെ സന്തോഷത്തിന് എന്തായിരുന്നു കാരണം? അമ്മയുടെ സന്തോഷത്തിന് കാരണം ബണ്ടിയുടെ ആരോഗ്യസ്ഥിതി നല്ലതായിരുന്നു എന്നായിരുന്നു. സെക്കൻഡ് വൺ, ബണ്ടി की क्या परेशानी थी? what was ബണ്ടീസ് ഇഷ്യൂ? ബണ്ടിക്ക് എന്തുവായിരുന്നു പ്രശ്നം? ബണ്ടി की सबसे बड़ी परेशानी उसका वज़न बढ़ना था. ബണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ ഭാരം കൂടിയതായിരുന്നു. കമ്പ്യൂട്ടർ ആനെ ബണ്ടി എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ബണ്ടി ഹർ വിഷയ കാ നോട്ട്സ് ബനാത്താ ഥാ. ബണ്ടി ഓരോ വിഷയത്തിൻ്റെയും നോട്ടുകൾ തയ്യാറാക്കിയിരുന്നു. ബണ്ടി കാ പേപ്പർ ഖരാബ് ഹോനെ കാ ക്യാ കാരൺ ഥാ? ബണ്ടിയുടെ പേപ്പർ ചീത്തയായി എന്തുകൊണ്ടായിരുന്നു പോയത്? बिजली ना होने के कारण रात में प्रश्नों के उत्तर दोहरा नहीं सका. വൈദ്യുതി ഇല്ലാത്തതിനാൽ രാത്രി ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ആവർത്തിക്കാൻ ബണ്ടിക്ക് സാധിച്ചില്ല. ബണ്ടി ने खेलना कूदना या कहीं आना जाना क्यों बंद कर दिया? ബണ്ടി എന്തുകൊണ്ട് കളിക്കാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും വരാനും പോവാനും നിർത്തിയത്? घर में कंप्यूटर की आने की वजह से बंटी ने खेलना कूदना या कहीं आना जाना बंद कर दिया. വീട്ടിൽ കമ്പ്യൂട്ടർ വന്നതിൻ്റെ കാരണം ബണ്ടി കളിക്കുകയും പുറത്തേക്ക് പോകുന്നതും നിർത്തി. ബണ്ടി കമ്പ്യൂട്ടർ സെ कैसे पढ़ाई करता था? ബണ്ടി കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്?
घर में कंप्यूटर आने के बाद बंटी हर विषय के नोट्स तैयार करने की जगह कंप्यूटर पर ही हर विषय की अलग अलग फाइलें उसकी मेमोरी में भर लेता और निश्चिंत हो जाता था. വീട്ടിൽ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ബണ്ടി ഓരോ വിഷയത്തിനും വേറെ വേറെ ഫയലുകൾ കമ്പ്യൂട്ടറിലെ മെമ്മറിയിൽ സൂക്ഷിക്കുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. വിജ്ഞാൻ की परीक्षा से एक दिन पहले बंटी के साथ क्या घटना घटी? സയൻസ് എക്സാമിൻ്റെ ഒരു ദിവസം മുമ്പ് ബണ്ടിയുടെ കൂടെ എന്താണ് സംഭവിച്ചത്? विज्ञान की परीक्षा से एक दिन पहले उसने जैसे ही पढ़ने के लिए विज्ञान की फाइल खोली तभी बिजली चली गई. उसे पापा से पता चला कि बिजली सप्लाई कल सुबह से पहले आने की संभावना नहीं है. ശാസ്ത്ര പരീക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ് വേഗത്തിൽ പഠിക്കാൻ അവൻ ഫയൽ തുറന്നപ്പോൾ അതേസമയം വൈദ്യുതി പോയി. അച്ഛനിൽ നിന്ന് അവന് അറിയാൻ സാധിച്ചു വൈദ്യുതി വിതരണം നാളെ രാവിലേക്ക് മുമ്പ് വരാനുള്ള സാധ്യത ഇല്ലെന്ന്. टेक्सचुअल एक्सरसाइजेस. क्वेश्चन नंबर 2, सही उत्तर पर टिक का चिन्ह लगाइए. पुट टिक मार्क अगेंस्ट द करेक्ट आंसर. करेक्ट आंसर टिक इടണം. बंटी का शरीर कैसे होने लगा था? आंसर नंबर 4, बी डॉल. पापा ने क्या खरीदा था? അച്ഛൻ എന്തായിരുന്നു വാങ്ങിച്ചത്? കമ്പ്യൂട്ടർ. ഓപ്ഷൻ നമ്പർ 2. അടുത്തത് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഗിവൻ കോംപ്രിഹെൻഷൻ. यह लोकल फॉल्ट नहीं है. ग्रिड फेल हो जाने के कारण पावर स्टेशन से ही सप्लाई बंद है. कल सुबह से पहले बिजली आने की संभावना नहीं है. यह सुनकर बंटी के तो पांव तले की ज़मीन ही खिसक गई. उपर्युक्त कथन किसके द्वारा तथा किससे कहा गया है? ഈ മുകളിലത്തെ ഈ കോംപ്രിഹെൻഷൻ തന്നേക്കുന്നത് ഇത് ആരോടാ പറഞ്ഞത്? പാപ്പാക്കെ ദ്വാരാ ബണ്ടി സേ. അച്ഛൻ ബണ്ടിയോടാണ് പറഞ്ഞത്. പവർ സ്റ്റേഷൻ സേ സപ്ലൈ ക്യൂ ബന്ദ് കർ ദി ഗയി. പവർ സ്റ്റേഷനിൽ നിന്ന് സപ്ലൈ എന്തുകൊണ്ട് ഓഫായിരുന്നു? ഗ്രിഡ് ഫെയിൽ ഹോ ജാനേക്ക് കാരൻ. ഗ്രിഡ് ഫെയിലിയറിൻ്റെ റീസൺ കൊണ്ട് അത് ഓഫായിരുന്നു. ക്യാ സുൻകർ ബണ്ടി കെ പാവ് തലേ കി ജമീൻ ഖിസക് ഗയി. എന്ത് കേട്ടിട്ടായിരുന്നു ബണ്ടി ഫുള്ള് ടെൻഷനായി പോയത്? कल सुबह से पहले बिजली आने की संभावना नहीं है. നാളെ രാവിലേക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി വരാൻ ചാൻസ് ഇല്ല. അടുത്തത് തൊട്ട് താഴെ ഇട്ടേക്കുന്നത് ബാത്ത് സോച്ച് കി തിങ്ക് ആൻഡ് റൈറ്റ് എന്നുള്ള സംഭവമാണിത്. अधिकता हर चीज़ की बुरी है. इस विषय पर अपने विचार व्यक्त कीजिए. ഈ ടോപ്പിക്കിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു റൈറ്റിംഗ് വേണം. अधिकता ഹർ ചീസ് കി ബുരി ഹേ. ഏതായാലും കൂടുതലായ നല്ലതല്ല എന്നുള്ളൊരു ടോപ്പിക്കാണിത്. സോ अधिकता हर चीज़ की बुरी होती है. हमें जीवन में संतुलन रखना चाहिए. अधिक खाना खाने से स्वास्थ्य खराब हो सकता है. अधिक खेलना पढ़ाई को नुकसान पहुंचाता है. मोबाइल और कंप्यूटर की भी ज़्यादा उपयोग आँखों के लिए हानिकारक है. इसलिए हमें हर काम सीमित मात्रा में करना चाहिए. അധികത ഓരോ കാര്യത്തിലും ദോഷകരമാണ്. ജീവിതത്തിൽ നമുക്ക് സമതുലിതാവസ്ഥ പാലിക്കണം. അധികമായി ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യത്തിന് ദോഷം സംഭവിക്കും. അധികമായി കളിക്കുന്നതും പഠനത്തെ ബാധിക്കും. മൊബൈലും കമ്പ്യൂട്ടറും കൂടുതലായി ഉപയോഗിക്കുന്നത് ഹാനികരമാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും പരിധിയിൽ ചെയ്യണം. ഇനി അടുത്തത് ബാത് ഭാഷ കി. ക്വസ്റ്റ്യൻ നമ്പർ 1 അത് പറഞ്ഞ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയ ആൽഫബറ്റ് ഡ ഢ ഡ ഢ. ഇതിൽ റൈറ്റ് വേർഡ്സ് അക്കോർഡിംഗ് ടു ദ എബവ് എക്സാമ്പിൾസ് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നു. അപ്പോൾ ഡ വെച്ചിട്ട് ഡർപോക്ക് ഡം ഡം, പിന്നെ ഢ ഢക്കൻ ഢപ്ലി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡാൻ്റെ താഴെ കുത്തുള്ളത് ഘടി ഘോട, ഢാൻ്റെ താഴെ കുത്തുള്ളത് ചढ़ना ബൂഢ. ഇതിൽ താഴെ കുത്തുള്ള ഡായും ഢായും അതിൻ്റെ പ്രയോഗം ഒരിക്കലും വേർഡിൻ്റെ ബിഗിനിങ്ങിലാവത്തില്ല. വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിനെ ഒരിക്കലും ഇടത്തില്ല. എന്നാൽ സാധാ ഡായും ഢായും കുത്തില്ലാത്തത് അതിനെ വേർഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്.
അടുത്തത് ആഗത് വർണ്ണ് ആ. ഇതിൽ ആഗത് വർണ്ണ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള വേർഡ്, ലൈക്ക് ഇംഗ്ലീഷ് വേർഡ്സ്. ഇത് ഇംഗ്ലീഷ് വേർഡ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ മേളിൽ ചന്ദ്രബിന്ദുവിൻ്റെ അതിൽ ആ ബിന്ദു കാണത്തില്ല, ചന്ദ്രകല മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ, സീ ദ എക്സാമ്പിൾ ആൻഡ് റൈറ്റ് കോളേജ്. അതാണ് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അതിനെ പോലത്തെ രണ്ടെണ്ണം കോളേജ്, അത് കഴിഞ്ഞിട്ട് ബാൾ, മോൾ. ഇത് രണ്ടും ഇംഗ്ലീഷ് വേർഡ്സ് ആയതുകൊണ്ട് ആ ചന്ദ്രബിന്ദുവിൻ്റെ ബിന്ദു ഇല്ല ഇതിൽ. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ എക്സാമ്പിൾ ആങ്ക്. ഇത് ചന്ദ്രബിന്ദു ഉണ്ട്, അതുകൊണ്ട് ആങ്ക്. ജാഞ്ച്, ആഞ്ച്. അടുത്തത് ബഹുവചൻ ലിഖിയേ. റൈറ്റ് ദ പ്ലൂറൽ ഫോംസ്. ഖുഷി, ഖുഷിയാ, മഹീന, മഹീനെ, പുസ്തക്, പുസ്തകേ, കലം, കലമേ, സ്ഥിതി, स्थितियाँ, लड़की, लड़कियाँ, फाइल, फाइलें, किताब, किताबें. അടുത്തത് की से रिक्त स्थान को की पूर्ति कीजिए. फिल इन द ब्लैंक्स विथ की और की. രണ്ടും കീ തന്നെയാണ്, പക്ഷേ ആദ്യത്തെ കീ ചെറിയ മാത്രമായിട്ട് ഈക്ക് മാത്രമായിട്ടിട്ടുള്ള കീ അത് ജോയിനിങ് വേർഡാണ്. രണ്ട് സെൻറ്റൻസിനെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഈ കീ വരുന്നത്. എന്നാൽ കീ വരുന്നത് ഇപ്പം എക്സാമ്പിൾ ശ്യാമിൻ്റെ സിസ്റ്റർ. അപ്പോൾ ശ്യാമിൻ്റെ രണ്ട് നൗൺസിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് കീ. അങ്ങനെ തന്നെ മാ, ഫസ്റ്റ് എക്സാമ്പിൾ മാ ബഹുത് ഖുഷ് ഥി കി ബണ്ടി കാ സ്വാസ്ഥ്യ അച്ഛാ ഹോ റഹാ ഹേ. അവിടെ ചെറിയ കീ എന്നേ വരത്തുള്ളൂ, ബിക്കോസ് ഇത് രണ്ട് സെൻറ്റൻസിനെ ജോയിൻ ചെയ്യുന്ന ഒരു കീ ആണത്. वह कंप्यूटर पर हर विषय की वल्य की अलग अलग फाइल भरकर निश्चिंत हो जाता था. बंटी ने दोहराने के लिए कंप्यूटर फाइल खोली ही थी कि एकाएक बिजली चली गई. सारा ज्ञान, सारी सूचनाएं कंप्यूटर की छोटी सी चिप में होती है. सुबह से पहले बिजली आने की संभावना नहीं है. कि दो वाक्यों को जोड़ने के काम आता है. जैसे उसने कहा कि तुम जाओ. അപ്പോൾ കി എന്ന് ആദ്യം ആ കുഞ്ഞ് ഈക്ക് മാത്രം വരുന്നത് രണ്ട് സെൻറ്റൻസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇറ്റ്സ് എ ജോയിനിങ് വേർഡ്. പിന്നെ രണ്ടാമത്തത് കി ദോ സംജ്ഞാओं या സർവനാം, 2 nouns और 2 adjectives അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. ജैसे ശ്യാം കി ബഹൻ റീത്ത, ശ്യാമിൻ്റെ സിസ്റ്റർ റീത്ത. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം.